ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ്റെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് റഷ്യയെ സഹായിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം യൂറോപ്പിനെയും ഉക്രൈനെയും ആകെ നാണം കെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞതാണ്. 3 വർഷക്കാലമായി തുടരുന്ന യുദ്ധത്തിനിടെ യൂറോപ്പിനും ഉക്രൈനും അനുകൂലമായി നിന്നിരുന്ന അമേരിക്ക പെട്ടെന്ന് മറുപക്ഷത്തേക്ക് ചാടി യുദ്ധത്തിൽ റഷ്യ പിടിച്ച ഉക്രൈൻ്റെ ഭാഗങ്ങൾ ഇനി തിരികെ കൊടുക്കേണ്ടതില്ല, തന്നെയുമല്ല ഉക്രൈൻ കീഴടങ്ങി റഷ്യയെ വിജയിയായി പ്രഖ്യാപിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ട്രംപ് ഇപ്പോൾ നടത്തുന്നത്. അതുമാത്രമല്ല, ഉക്രൈന് നീതി വേണം എന്ന ആവശ്യത്തിൽ 193 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ UN സമർപ്പിച്ച പ്രമേയത്തിൽ അമേരിക്ക റഷ്യയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് റഷ്യയുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു. ഇതോടുകൂടി യൂറോപ്പും അമേരിക്കയുമായി ഇക്കാലം അത്രയും തുടർന്നു വന്ന സൗഹൃദത്തിന് വിള്ളൽ വീണു എന്ന് നമ്മൾ എല്ലാവരും പറയുമ്പോൾ, നൂറ്റാണ്ടുകളായി അമേരിക്കയും റഷ്യയും തമ്മിൽ തുടർന്നു പോന്നിരുന്ന പോരും വിദ്വേഷവും മറച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് റഷ്യയുടെ ഭാഗത്തേക്ക് ട്രംപ് ചായുന്നതിന് പിന്നിൽ ട്രംപിൻ്റെ മധ്യേഷ്യൻ താൽപ്പര്യങ്ങൾ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും എല്ലാം ചേർന്ന് ഇസ്രായേലിനെ കാര്യമായ നഷ്ടവും പരിക്കുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഈ ശക്തി ഉണ്ടാകാൻ കാരണം ഇവർക്ക് പിന്നിൽ നിന്നുകൊണ്ടുള്ള ഇറാൻ്റെ സഹായങ്ങളാണ്. ഈ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സംഘടനകൾക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇറാനെ തകർത്താൽ മാത്രമേ ഈ സംഘടനകളെ പൂർണ്ണമായും തകർക്കാനും ഇല്ലാതാക്കാനും കഴിയൂ എന്ന് ട്രംപും നെതന്യാഹുവും ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി ഇറാനെ ആക്രമിക്കും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്തുടർച്ചയായി ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഈ 2 കൂട്ടരും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇറാൻ്റെ ശക്തിയുടെ ചില സോഴ്സുകൾ കട്ട് ചെയ്യേണ്ടതുണ്ട് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ റഷ്യൻ സഹായവും ആയുധങ്ങളുമാണ് ഇറാനെ ശക്തമാക്കുന്നത് എന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് റഷ്യയുമായി ഒരു ചങ്ങാത്ത സ്ഥാപിക്കുകയും ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായി നിൽക്കുകയും അവർക്ക് ലാഭമുണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ റഷ്യയുടെ പ്രീതി സമ്പാദിച്ച് അവരുടെ മേൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള സ്വാതന്ത്ര്യം നേടാനും കഴിയും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഈ ചങ്ങാത്തം ഉപയോഗിച്ച് ഇറാന് ആയുധങ്ങൾ വിൽക്കരുതെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ സഹായിക്കണമെന്നും റഷ്യയോട് അപേക്ഷിച്ച് ഇറാനെ ഒറ്റപ്പെടുത്തി അവരെ ആക്രമിക്കാനാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന് മധ്യേഷ്യയിൽ പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യവും നിലനിൽപ്പും ആധിപത്യവും നേടണമെന്നുണ്ടെങ്കിൽ ഇറാൻ ദുർബലമാകേണ്ടതുണ്ട്. അതിന് റഷ്യയുടെ കാല് പിടിച്ചാലും കുഴപ്പമില്ല എന്നാണിപ്പോൾ ട്രംപ് ചിന്തിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. UN റഷ്യയ്ക്ക് അനുകൂലമായി അമേരിക്ക വോട്ട് ചെയ്ത അതേ ദിവസം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ ജനിൻ പ്രദേശത്ത് താമസിച്ചിരുന്ന മുഴുവൻ ആളുകളെയും ആട്ടി ഓടിച്ചുകൊണ്ട് അവിടെ ഒരു സൈനിക താവളം നിർമ്മിക്കാൻ നെതന്യാഹു സൈന്യത്തെ അങ്ങോട്ട് അയച്ചത്. ഇത് ഇറാന്റെ സൗഹൃദത്തിൽ നിന്നും റഷ്യ അകന്നു നിൽക്കും എന്ന ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അവർ ഇത്ര പെട്ടെന്ന് വെസ്റ്റ് ബാങ്കിൽ ഒരു സൈനിക താവളം നിർമ്മിക്കാൻ പ്രേരിപ്പിക്കില്ലായിരുന്നു. ഇതിൻ്റെ ലക്ഷ്യം പലതാണ്. വെസ്റ്റ് ബാങ്കിൽ നിലയുറപ്പിച്ചാൽ ഹമാസിനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ഇവർ കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം സിറിയയിലും ലെബനോനിലുമൊക്കെ ഈ അമേരിക്കൻ ഇസ്രായേൽ സൈന്യങ്ങൾക്ക് നിലയുറപ്പിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാനും കഴിയും. ഇങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുന്നത് വളരെയധികം ഗുണകരമാകും എന്നവർ വിശ്വസിക്കുന്നു. എന്നാൽ ട്രംപ് എന്ന ഭ്രാന്തൻ്റെയും നെതന്യാഹു എന്ന വിഡ്ഢിയുടെയും കണക്കുകൂട്ടലുകൾ എപ്പോഴും ശരിയാകണമെന്നില്ല. കാരണം ഹമാസിനെ നിസ്സാരമായി ഒരാഴ്ച കൊണ്ട് തീർത്ത് ഗസ വെടിപ്പാക്കി ബന്ദികളുമായി ഞങ്ങൾ തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിനിറങ്ങിയ നെതന്യാഹു അവസാനം ഹമാസിൻ്റെ കാല് പിടിച്ച് കരഞ്ഞാണ് ബന്ദികളെ തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി പ്രകാരം ഹമാസുമായുള്ള ബന്ദി കൈമാറ്റ കരാർ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാതെ നെതന്യാഹു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹമാസിനെയും അവർക്കൊപ്പമുള്ള ഇറാൻ ഉൾപ്പെടെയുള്ള സകലരെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരെ യുദ്ധത്തിന് വേണ്ടി ഇറക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്നാൽ ഇങ്ങനെ പ്രകോപനം ഇല്ലെങ്കിൽ പോലും ഇറാനെ ആക്രമിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് ഇറാൻ തീർത്തും യുദ്ധസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്.
എന്നാൽ ഒരിക്കലും യുദ്ധം നീണ്ടുപോകാൻ ഇറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം യുദ്ധം നീളുന്നത് ഇറാന് നഷ്ടം തന്നെ ഉണ്ടാക്കും. പകരം ആദ്യം തന്നെ അവർ ഇസ്രായേലിനെ അതിഭീകരമായി ആക്രമിക്കും എന്ന് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ഈ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി തന്നെ അധിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ഈ അടുത്ത ദിവസം ചേർത്തുകൊണ്ട് പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇറാനിലെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ യുറേനിയൻ സമ്പുഷ്ടീകരണവും അത് മിസൈലുകളിൽ ഘടിപ്പിക്കുന്ന പ്രക്രിയയും വളരെയധികം വേഗത്തിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെയാണ് പുറത്തുവിട്ടത്. ഓരോ രാത്രിയിലും ഒരു അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണം ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആക്രമണത്തെ ഇറാൻ എത്ര തയ്യാറെടുപ്പോടെയാണ് നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത്തവണ കാര്യങ്ങൾ വളരെ വഷളാണ് എന്ന് തന്നെ നമ്മൾ അറിയണം. ഇറാൻ തീർന്നാലേ മധ്യേഷ്യയിൽ ഒരു നിലനിൽപ്പുള്ളൂ എന്ന ബോധം നെതന്യാഹുവിനെ വല്ലാതെ അലട്ടിയിരിക്കുകയാണ്. അയാൾ അമേരിക്കയെ മാത്രം ആശ്രയിച്ച് ഇറാനുമായി ഒരു യുദ്ധം തട്ടിക്കൂട്ടാനുള്ള പരിപാടിയാണ്. ഒരുപക്ഷെ ഈ യുദ്ധം പശ്ചിമേഷ്യയ്ക്ക് അനിവാര്യമായിരിക്കും. ഇറാൻ തീർന്നാലേ ഇസ്രായേലിന് രക്ഷയുള്ളൂ എന്ന ബോധം ഇസ്രായേലിനുള്ളതുപോലെ തന്നെ ഇസ്രായേൽ തീർന്നാലേ പലസ്തീൻ എന്ന രാജ്യമുള്ളൂ എന്ന ബോധം മറുപക്ഷത്തുമുണ്ടായാൽ ഇരു കൂട്ടർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മധ്യേഷ്യൻ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.